ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ആദ്യം തന്നെ നിങ്ങൾ ഈ ചോദ്യം ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള ടേബിളാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ സീ ടു ദ ഈസ്റ്റ് ഓഫ് കേരള. കേരളയുടെ ഈസ്റ്റ് ഭാഗത്ത് ഉള്ള സീ ഏതാണ്, കടൽ ഏതാണ്? ബേ ഓഫ് ബംഗാളാണ്. ചിലപ്പോൾ നമുക്കൊരു മാപ്പ് തന്നിട്ടായിരിക്കും ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ സീ ടു ദ വെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗത്തുള്ള കടൽ ഏതാണ്? അറേബ്യൻ സീ ആണ്. ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. അടുത്ത ചോദ്യം നോക്കൂ. ദ നോർത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിറ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റിൽ ഉള്ള യൂണിയൻ ടെറിറ്ററി ഏതാണ്? ലഡാക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഇസ് അരുണാചൽ പ്രദേശ് സിറ്റുവേറ്റഡ്. അരുണാചൽ പ്രദേശ് എന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഏത് ഭാഗത്താണ്? നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് വരുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ. ദ നെയ്ബറിംഗ് കൺട്രി ടു ദ സൗത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തുള്ള നെയ്ബറിംഗ് കൺട്രി, അയൽ രാജ്യം ഏതാണ്? ശ്രീലങ്ക. ദ സൗത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിറ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്തേൺ മോസ്റ്റ് യൂണിയൻ ടെറിറ്ററി ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നേരത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു, അതിലും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും പോയി കാണേണ്ടതാണ്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഹൂ ഈസ് ദ ഫസ്റ്റ് യൂറോപ്യൻ റീച്ച്ഡ് ഇന്ത്യ. ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യൻ ഏതാണ്? ആരാണ്? വാസ്കോഡ ഗാമിയാണ് അല്ലേ. കാപ്പാട് ബീച്ചിലെ വാസ്കോഡ ഗാമിയുടെ കഥയ്ക്ക് നമ്മൾ ഒരുപാട് കേട്ടതാണ്. അടുത്തത്, ത്രൂ വിച്ച് ഓഷ്യൻ ഡിഡ് വാസ്കോഡ ഗാമ മേക്ക് ഹിസ് വോയേജ് ആൻഡ് റീച്ച് ഇന്ത്യ ഫ്രം യൂറോപ്പ്. യൂറോപ്പിൽ നിന്ന് ഏത് സമുദ്ര മുഖേനയാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്? ആൻസർ വരുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനും ഇന്ത്യൻ ഓഷ്യനുമാണ്. ഇതെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ലാറ്റിറ്റ്യൂഡ്സ്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് ഇസ് ദ ആംഗുലാർ ഡിസ്റ്റൻസ് ടു എനി പോയിൻ്റ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ഫ്രം ദ സെൻറ്റർ. എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏതൊരു പോയിൻറ്റിലേക്കുമുള്ള ആംഗുലാർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അത് ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ കോണ്ടിനെൻറ്റ് വെർ ദ ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പാസസ് ത്രൂ. ഏത് കോണ്ടിനെൻറ്റിലാണ്, ഏത് ഭൂഖണ്ഡത്തിലാണ് ഇക്വേറ്ററും ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും പാസ് ചെയ്യുന്നത്? ആഫ്രിക്കയാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓർത്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഈ ഒരു ചിഹ്നങ്ങൾ നോക്കും. നമ്മൾ മാപ്പുകളിൽ പലപ്പോഴും കാണാറുള്ള ചിഹ്നങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഓരോ ചിഹ്നങ്ങളും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചിത്രമാണ്, പക്ഷേ ഇത് പലപ്പോഴായി എക്സാമുകളിൽ ചോദിക്കുന്നതാണ്. നമ്മൾ നേരത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും അതിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിഹ്നം എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, റിവർ, നാഷണൽ ഹൈവേസ്, റെയിൽ റോഡ്, ക്യാപിറ്റൽ, ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്, പോർട്ട്, എയർപോർട്ട്, സ്റ്റേറ്റ് ഹൈവേസ്, ഇതിനെല്ലാം സിമ്പിൾസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ തീർച്ചയായും പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മഹാരാഷ്ട്ര ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് മഹാരാഷ്ട്ര ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? സൗത്ത് വെസ്റ്റ് ഭാഗത്താണുള്ളത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു മാപ്പ് തരും. ആ മാപ്പിൽ നിങ്ങൾ മഹാരാഷ്ട്ര എവിടെയാണെന്ന് കണ്ടെത്തി അത് ഡയറക്ഷൻ നോക്കുക, എന്നിട്ട് അത് എവിടെയാണെന്ന് വരുന്നത് അടയാളപ്പെടുത്തുക. സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് മഹാരാഷ്ട്ര വരുന്നത്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നെയ്ബറിംഗ് കൺട്രി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏതാണ്? ചൈനയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ചൈന. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് കളർ ഈസ് യൂസ് ടു റെപ്രസെൻറ്റ് വാട്ടർ ബോഡീസ് ഇൻ ഗ്ലോബ് ആൻഡ് ദി മാപ്പ്. മാപ്പുകളിലും അതുപോലെ തന്നെ ഗ്ലോബുകളിലും നമ്മൾ വാട്ടർ സോഴ്സസിന്, ജലസ്രോതസ്സുകളെ അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന കളർ ഏതാണ്? ബ്ലൂ കളറാണ്. നെക്സ്റ്റ് വൺ, ഹൂ ഈസ് കാർട്ടോഗ്രാഫർ. കാർട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? ഈ ഒരു ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം. ദ പേഴ്സൺ ഹൂ പ്രിപ്പയർസ് മാപ്പ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. ആരാണോ മാപ്പ് ഉണ്ടാക്കുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കാറുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാപ്പുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിൻ്റെ വെരിഫിക്കേഷനും അതുപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്യുന്നതുമായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. അത്രയും കാര്യം ഓർത്ത് വെക്കുക.
ഇത്രയും ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ വീഡിയോ അത്ര ലെങ്തി ആക്കുന്നില്ല, ഷോർട്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്. നമ്മൾ ഒരുപാട് ഷുവർ ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഇതുപോലുള്ള ഷോർട്ട് വീഡിയോകൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും സോഷ്യൽ സയൻസിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പോയി കാണണം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിക്കുക, എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്